നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ പല ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം പലതും പല ഫോർമാറ്റിലായിരിക്കും കാണുക. കൂടുതലും PDF ഫോർമാറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. PDF ഫോർമാറ്റിനെ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള മറ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു കാര്യം മാത്രമല്ല ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറേയധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു സോഫ്റ്റ്വെയറാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് PDF ഫയലുകളിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങളും വരുത്താൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു JPG ഇമേജ് ഉണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് PDF-ലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം, ഓഫ്ലൈനായിട്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തുകൊണ്ടും ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വർക്കിംഗ് ടൂൾ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 100% ഫ്രീ ആയിട്ടുള്ള ഒരു ടൂളാണിത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വർക്കിംഗ് ടൂൾ PDF കൺവേർട്ടർ. ഇതിൽ ഫ്രീ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിന് വേണ്ടി ഇത് വിൻഡോസിന് വേണ്ടി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ട്രൈ ഓൺലൈൻ വേർഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ PDF കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും PDF ടു വേർഡ്, PDF ടു എക്സൽ, PDF ടു പവർ പോയിന്റ്, PDF ടു JPG, PDF ടു ടെസ്റ്റ്, അങ്ങനെ കുറേയധികം ഫോർമാറ്റിലേക്ക് നമുക്ക് ഒരു ഫയലിനെ കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ വേർഡ് ടു PDF ഉണ്ട്, എക്സൽ ടു PDF ഉണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള വേർഡ് ഫയലിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് PDF-ലേക്കും കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ടൂൾസൊക്കെ നമുക്ക് പെയ്ഡായിട്ടാണ് ലഭിക്കുന്നത്. സാധാരണ PDF കൺവേർട്ട് ചെയ്യുന്ന ടൂളൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഈ ഒരു ടൂൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണിത് ഉപയോഗിക്കുന്നതെന്ന്. ഇവിടെ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് ഓൺലൈൻ ടൂൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു PDF-നെ വേർഡിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. ഞാനതിന് PDF ടു വേർഡിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു പ്ലസ് ഐക്കൺ വന്നിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് ഫയൽ ആഡ് ചെയ്യണം. ഇവിടെ നിന്ന് ഞാനൊരു PDF ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തതിന് ശേഷം കൺവേർട്ടിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ഫയൽ കൺവേർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ ഈ ഒരു ഫയൽ ഡൗൺലോഡായി. ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയാണ്. ഇപ്പോൾ വേർഡിലാണ് ഓപ്പൺ ആകുന്നത്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് വേർഡിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവരുടെയും കമ്പ്യൂട്ടറിൽ വേർഡ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ഏത് രീതിയിലുള്ള എഡിറ്റിംഗ് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇത് സേവ് ചെയ്യണം. അതുകൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനിവിടെ വർക്കിംഗ് ടൂളിൽ നിന്ന് ഇതിൽ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഈ ഫയൽ ഇവിടെ നിന്ന് സേവ് ചെയ്യുകയാണ്. ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ സേവ് ചെയ്യുകയാണ്. ഡെസ്ക്ടോപ്പിൽ ഈ ഫയൽ സേവ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നോക്കുക, ഈ ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ PDF ഫയൽ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ആ ഒരു ഫയലിനെ PDF ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേർഡ് ടു PDF സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ആ ഒരു ഫയൽ ഡെസ്ക്ടോപ്പിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കൺവേർട്ട് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ആ ഒരു ഫയൽ PDF-ലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു PDF ഫയൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലും നമ്മൾ അതിനുവേണ്ടി പെയ്ഡ് സോഫ്റ്റ്വെയറുകളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ചുകൂടെ പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തുകൊണ്ടും ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഈ ഒരു ഫയൽ ഇപ്പം സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ PDF ആയിട്ടാണ് സേവ് ആയിരിക്കുന്നത്. നമ്മളവിടെ വരുത്തിയ മാറ്റവും ഇവിടെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാ ഫോർമാറ്റിലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് PDF ടു വേർഡ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. സോഫ്റ്റ്വെയറിൻ്റെ അത് എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്ന്. ഞാനിവിടെ ഒരു JPG ഫയലാണ് സെലക്ട് ചെയ്യുന്നത്. JPG ഫയലല്ല, PDF-ൻ്റെ ഒരു ഇമേജാണ്. PDF ഇമേജാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നമുക്ക് സേവ് ആവേണ്ട ഇത് എങ്ങോട്ടാണെന്നുള്ളത് സെലക്ട് ചെയ്ത് ഞാനിവിടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തിട്ട് കൺവേർട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണ്. പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി. ഞാൻ ജസ്റ്റ് ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും ആ ഒരു PDF ഫയൽ, ആ ഒരു ഇമേജ് ഇപ്പം വേർഡിലാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിനെ നമുക്ക് തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ PDF-ലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അതെങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കാം. അതേപോലെ ടൂൾ ബോക്സ് ഉണ്ട്. ടൂൾ ബോക്സിൽ നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും. റിമൂവ് പേജസ്, അതായത് പേജ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. വാട്ടർമാർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കും. മെർജ് പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നിലധികം PDF ഫയലുകൾ മെർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു ഫയൽ സെലക്ട് ചെയ്തു. അതിനുശേഷം ആഡ് ഫയൽ ക്ലിക്ക് ചെയ്ത് മറ്റൊരു ഫയൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡെസ്ക്ടോപ്പിലേക്കാണല്ലോ സേവ് ചെയ്യേണ്ടത്. ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം കൺവേർട്ടിൽ ക്ലിക്ക് ചെയ്തു. കൺവേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഈ ഫയലുകൾ ഒരേപോലെ ഒരു PDF ഫയലായിട്ട് കൺവേർട്ട് ആവും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ആ ഒരു പുതിയ ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. നോക്കുക, ഈ ഒരു ഫയലാണ് ഇപ്പോൾ നമ്മൾ മെർജ് ചെയ്തത്. നോക്കുക, ഈ രീതിയിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമുക്ക് ഇവിടെ ഫയലുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിഫറൻ്റ് ആയിട്ടുള്ള പല പേജുകൾ നമുക്ക് ഒറ്റ ഫയലായിട്ട് വളരെ ഈസി ആയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ മറ്റ് ചില ഓപ്ഷൻസ് കൂടെ ഉണ്ട്. ഇവിടെ PDF എഡിറ്റ് ഉണ്ട്. അത്
ഇപ്പം അവൈലബിൾ അല്ല, അത് കമ്മിങ് സൂൺ ആണ് കിടക്കുന്നത്. PDF റീഡർ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് PDF ഫയലുകൾ റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കുക, PDF റീഡറായിട്ട് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഇതിലുള്ളത്, നമ്മൾ ആഡ് ചെയ്യുന്ന പേജുകൾക്ക് നമുക്ക് ഇവിടെ നിന്ന് നമ്പർ കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു PDF ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമുക്ക് ഈ പേജുകൾക്ക് ഓരോന്നിനും നമ്പർ കൊടുക്കാനായിട്ട് സാധിക്കും. ഓരോ പേജ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നമ്പർ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എവിടെയാണ് ഈ നമ്പർ വരേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ അതിനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് വാട്ടർമാർക്കാണ്. നമുക്ക് ഇതിലേക്ക് വാട്ടർമാർക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. കംപ്രസ് PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന PDF-നെ നമുക്ക് കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട് രീതിയിൽ നമുക്ക് ഫയലുകളെ കംപ്രസ് ചെയ്യാൻ സാധിക്കും. നോർമൽ കംപ്രഷൻ ഉണ്ട്, അതേപോലെ തന്നെ എക്സ്ട്രീം കംപ്രഷൻ ഉണ്ട്. അതായത് ആ ഫയലിൻ്റെ സൈസ് മാക്സിമം എത്രയും കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് കംപ്രസ് ചെയ്ത് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്താനുള്ള കാര്യം, ഇത് തികച്ചും ഫ്രീ ആണ്, അഡ്വർടൈസ്മെൻറ്റുകളൊന്നുമില്ല, വളരെ ഈസിയാണ്. ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ്. ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ലാത്തവർക്കും വളരെ ഈസി ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് കൺവേർട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ വേർഷനും അതേപോലെ തന്നെ ഓഫ്ലൈൻ സോഫ്റ്റ്വെയറും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ടൂൾ ആവശ്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരിലേക്കൊക്കെ മാക്സിമം ഈ വീഡിയോ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.